ബാങ്ക് നിയമനത്തിനായി സി ബാലകൃഷ്ണന്റെ ഓഫീസ് 15 ലക്ഷം കോഴ വാങ്ങിയ സംഭവത്തിൽ ഒത്തുതീർപ്പിന് ശ്രമം. കൈനിക്കൽ ബെന്നി പണം തിരിച്ചു നൽകാമെന്നറിയിച്ചതായി പരാതിക്കാരൻ അനീഷ് ജോസഫ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. സ്ഥലം ഇടപാടിന് വാങ്ങിയതാണ് പണമെന്ന് പറഞ്ഞാൽ ഒത്തുതീർക്കാമെന്നാണ് അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അനൂപ് KR വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, അനുദിനം കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോപണം ഉന്നയിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം, ആ നിലയിൽ ഒരു ഒത്തുതീർപ്പ് ശ്രമത്തിന്റെ വിവരങ്ങൾ കൂടിയാണ് അനീഷ് ജോസഫിന്റെ കേസിൽ മനസ്സിലാകുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? MLA IC ബാലകൃഷ്ണന്റെ ഓഫീസ് നേരിട്ട് ഇടപെട്ടാണ് ബത്തേരി ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അനീഷ് ജോസഫിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ 15 ലക്ഷം രൂപ വാങ്ങുന്നത്. അത് നേരത്തെ തന്നെ അനീഷ് ജോസഫ് വ്യക്തമാക്കുകയും കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിലാണ് ഇന്ന് ഒരു ഒത്തുതീർപ്പ് നീക്കം. അദ്ദേഹം ഈ പണം വാങ്ങിയ കൈനിക്കൽ ബെന്നി, അദ്ദേഹം IC ബാലകൃഷ്ണൻ MLA ഓഫീസ് സ്റ്റാഫായിരുന്നു നേരത്തെ, അദ്ദേഹം നടത്തിയതായുള്ള വിവരം പുറത്താവുന്നത്. അത് സംബന്ധിച്ച് അനീഷ് ജോസഫ് ഇന്ന് കൈരളി ന്യൂസിനോട് തന്നെ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. തനിക്ക് 2 ലക്ഷം വിവിധ ഘട്ടങ്ങളിലായി നേരത്തെ തന്നെ തിരിച്ചുകൂട്ടി, ബാക്കി 13 ലക്ഷം തുക 13 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ തിരിച്ചു നൽകാം, മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകരുത്, നിയമപരമായ നടപടികളിലേക്ക് പോകരുത്, പരാതി പിൻവലിക്കണം എന്നായിരുന്നു കൈനിക്കൽ ബെന്നിയുടെ ആവശ്യമെന്ന് അനീഷ് ജോസഫ് പറയുന്നു. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചില ധാരണകളും അദ്ദേഹം വെച്ചു. അതായത് ഈ പണമിടപാടിന് വേണ്ടി വാങ്ങിച്ചതല്ല, മറിച്ച് സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടാണ് എന്ന കാര്യമാണ് പറയേണ്ടത് എന്ന് അനീഷ് ജോസഫിനോട് കൈനിക്കൽ ബെന്നി നിർദ്ദേശിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് അനീഷ് ജോസഫ് നേരത്തെ ഇന്ന് വെളിപ്പെടുത്തിയത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പരാതി പിൻവലിക്കാനുള്ള ശ്രമം ഈ IC ബാലകൃഷ്ണൻ MLA പ്രൈവറ്റ് സ്റ്റാഫായിരുന്ന അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫായിരുന്ന കൈനിക്കൽ ബെന്നിയിലൂടെ നടന്നു എന്നുള്ളതാണ്. IC ബാലകൃഷ്ണന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കേസിലെ 1-ാം പ്രതിയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഈ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ആ സംഭവത്തിൽ ഒരു ഇടപെടൽ, പരാതി അട്ടിമറിക്കാനുള്ള നീക്കം ഈ ഘട്ടത്തിൽ, ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ വിധത്തിൽ ഈ പരാതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ വിധത്തിൽ ഈ കാലത്ത് അല്ലെങ്കിൽ NM വിജയന്റെ മരണത്തിന് ശേഷം ഉയർന്നു വന്ന വിവിധ വെളിപ്പെടുത്തലുകളിൽ പരാതിക്കാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആക്ഷേപമായിരുന്നു. അത് സാധൂകരിക്കുന്ന വിധത്തിലാണ് ഈ പരാതി അട്ടിമറിക്കാനുള്ള ശ്രമം. പരാതിക്കാരനെ വിളിച്ച് സ്വാധീനിച്ച് ഈ പണം തിരികെ നൽകാമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം നടന്നു എന്നത് കൂടി നമ്മൾ ആ വിധത്തിൽ മനസ്സിലാക്കണം. ഏതായാലും അനീഷ് ജോസഫിന്റെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇന്ന് കൈരളി ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത്. ഈ പരാതിക്കാരനെ സ്വാധീനിക്കാനുള്ള ശ്രമം MLA ഓഫീസിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിലെ ഏറെ പ്രധാനപ്പെട്ട കാര്യം. ശരി. അനൂപ് KR ആണ് വിവരങ്ങൾ നൽകിയത്. പരാതിക്കാരെ സ്വാധീനിച്ച പരാതികൾ പലതും ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്.